ഉദ്യോഗാർത്ഥികളെ 2025 ഒന്നിന് പിറകെ ഒന്നായി PSC പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിറകെ 54 തസ്തികകളിലേക്ക് PSC അടുത്ത വിജ്ഞാപനം കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്റെ പേര് ലക്ഷ്മി TS. അപ്പോൾ 54 തസ്തികകളിലേക്കാണ് PSC പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് എന്നുള്ള വാർത്ത റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാനമായും ടൈപ്പിസ്റ്റ് ജോലി സ്വപ്നം കാണുന്നവർ, ഈ ഒരു ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ, അല്ലെ? അപ്പോ നിങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ് വിജ്ഞാപനം 5 വർഷത്തിന് ശേഷം 2025 പ്രസിദ്ധീകരിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോ 54 തസ്തികകൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായും വരുന്ന ജനറൽ തസ്തികകൾ എന്ന് പറയുന്നത് ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ നിരവധി പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും വരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഏതാണ്? നമ്മുടെ കമ്പനി കോർപ്പറേഷൻ ബോർഡിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് എന്നുള്ള തസ്തികയാണ്, അല്ലെ? അപ്പോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്ത് തന്നെ വാർത്തയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് ഹൗസിംഗ് ബോർഡ്, അല്ലെ? ഹൗസിംഗ് ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയേഴ്സ് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടി അവിടെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ദെൻ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ LD ടൈപ്പിസ്റ്റ്, അവിടെയും ടൈപ്പിസ്റ്റിന്റെ ആ ഒരു വേക്കൻസി ആണ്. അവിടെ ആ ഒരു തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വരാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇതേപോലുള്ള ഒരുപാട് തസ്തികകള് നിങ്ങളുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, സെപ്പറേറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവര് തീർച്ചയായിട്ടും ആ ഒരു വാർത്ത നോക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിരിക്കുക. കാരണം എന്താണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ ഡിഫറെന്റ് ആണ്. സോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റുകളും ഇതിന്റെ കൂട്ടത്തിൽ തീർച്ചയായും ഉണ്ടാകും. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ 54 തസ്തികകളിലേക്കാണ് PSC വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ് വിജ്ഞാപനം 5 വർഷത്തിന് ശേഷം 2025 പ്രസിദ്ധീകരിക്കാനായിട്ട് പോവുകയാണ്, അല്ലെ? അപ്പൊ മുമ്പത്തെ വിജ്ഞാപനം വന്നത് എപ്പോഴായിരുന്നു? 2020 ഡിസംബർ 15 കഴിഞ്ഞ വിജ്ഞാപനം വന്നത്, കേട്ടോ. 2020 ശേഷം 2025 അടുത്ത വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത്. ജൂൺ മാസത്തിലാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുന്നത്, കേട്ടോ. അവിടെ 18,510 പേരായിരുന്നു അന്ന് ആ ഒരു 2020 ഈ ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിരുന്നത്, അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷെ അത് എഴുതിയത് എത്ര പേര് മാത്രമായിരുന്നു? 5,173 പേര് മാത്രമായിരുന്നു ആ പരീക്ഷ എഴുതിയിരുന്നത്, കേട്ടോ. 2021 ഡിസംബർ 31 പരീക്ഷ. 2023 ഫെബ്രുവരി 27 സാധ്യതാ ലിസ്റ്റും ഓഗസ്റ്റ് 17 റാങ്ക് ലിസ്റ്റും നിലവിൽ വരികയുണ്ടായി. നിലവിലുള്ള ലിസ്റ്റിൽ 2026 ഓഗസ്റ്റ് 16 വരെ, ഓക്കെ, 26 ഓഗസ്റ്റ് 16 വരെയാണ് കാലാവധി. അപ്പോ ഓഗസ്റ്റ് 16 മുമ്പ് തന്നെ എന്ത് ചെയ്യണം? പുതിയ ലിസ്റ്റ് കൊണ്ടുവരണം, അല്ലെ? അപ്പൊ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? എക്സാംസ് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ 2025 ജൂണിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നത്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അതിനകത്ത് അപ്ലൈ ചെയ്യാൻ സമയമെടുക്കും. അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കണം, എക്സാം നടത്തണം, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും 2026 എത്തും, അല്ലെ? സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ തയ്യാറെടുക്കുക. 2026 നിങ്ങൾക്കൊരു സർക്കാർ ജോലി എന്ന സ്വപ്നം ഉണ്ടെങ്കിൽ, 2026 നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പൊ ഇതുവരെ ആ ഒരു ലിസ്റ്റിൽ നിന്നും 88 പേർക്കാണ് നിയമന ശുപാർശ നൽകിയിട്ടുള്ളത്. ഇനിയും ലിസ്റ്റിന് കാലാവധി ഉണ്ട്. 1 വർഷത്തോളം കാലാവധി ഈ ലിസ്റ്റിനുണ്ട്. ഇനിയും അതിൽ നിന്നും ആൾക്കാർക്ക് അഡ്വൈസ് പോകും. ഓക്കെ, അപ്പം നമ്മൾ ആ നിയമന ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അതിന്റെ ആ ഒരു വേക്കൻസി കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട. ഇപ്പം ഒരു വേക്കൻസി വരുന്ന പരീക്ഷകൾ പോലും 1000-ലധികം പേര് അല്ലെങ്കിൽ 5000-ലധികം പേര് എഴുതാറുണ്ട്, അല്ലെ? അവിടെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്
എന്തായിരിക്കും, ഒരു വേക്കൻസി ആയിരിക്കും. പക്ഷെ ആ ലിസ്റ്റിന്റെ കാലാവധി ചിലപ്പോൾ 2-3 വർഷമായിരിക്കും. സോ ആ 3 വർഷത്തിനുള്ളിൽ അവിടെ വേക്കൻസി വരുമ്പോൾ ആ ലിസ്റ്റിൽ നിന്നുള്ളവരെ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളിപ്പോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 10 വേക്കൻസി ഉള്ളൂ അല്ലെങ്കിൽ 20 വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞ് അത് അപ്ലൈ ചെയ്യണ്ട, എഴുതണ്ട എന്ന് കരുതി ഇരിക്കരുത്. ആ ലിസ്റ്റിന്റെ കാലാവധി എത്രയാണോ ആ സമയത്തിനുള്ളിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആ ലിസ്റ്റിനകത്ത് നിന്ന് തന്നെ ആൾക്കാരെ എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണയിലൂടെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നെയാണ്. സോ അതെല്ലാം ശ്രദ്ധിച്ചിരിക്കാൻ. നമ്മളിവിടെ വേക്കൻസി അല്ല നോക്കേണ്ടത്. നമുക്കൊരു ജോലിയാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ അതിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. 2026 എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പരീക്ഷകൾ ഇനി വരാനായിട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത ഫോഴ്സ് ജോബിനേക്കാണെങ്കിൽ ഫോഴ്സിന്റെ എല്ലാ പരീക്ഷകളും 2026ലും ഇനി അടുത്ത ഫോഴ്സിന്റെ ഒക്കെ 1 വർഷമല്ലേ അതിന്റെ വാലിഡിറ്റി. ആ ഒരു ലിസ്റ്റിന് 1 വർഷമേ ഉള്ളൂ അതിന്റെ കാലാവധി. സോ അടുത്ത വർഷവും അടുത്ത ഫോഴ്സ് എക്സാംസ് വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കമ്പനി ബോൾഡ് LD ടൈപ്പിസ്റ്റ് പരീക്ഷകളും എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇനിയും ഒരുപാട് പരീക്ഷകൾ നമുക്ക് 2026ൽ പ്രതീക്ഷിക്കാം. ഇനിയും വരുന്ന സമയങ്ങളിലായിട്ട് ഓരോരോ നോട്ടിഫിക്കേഷൻസും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ 17-നായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, ജൂലൈ 16 ആണ് കേട്ടോ. നിങ്ങൾ ആ ഡേറ്റിന് ശേഷം ഒന്നും ആലോചിച്ച് പോയി പെട്ടെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. സോ ആ ടൈമിന് മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ സമയം വൈകാതെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കരുത്. ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഇപ്പം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, ബെബ്കോ LD വരുന്നുണ്ട്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വരുന്നുണ്ട്, പിന്നെ +2 ലെവലിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി ഫോഴ്സ് എക്സാംസുകളിലേക്ക്, അതായത് CPO, ഫയർമാൻ, ഫയർ വുമൺ, എക്സൈസ് തുടങ്ങിയ ഫോഴ്സ് എക്സാമിലേക്കും എല്ലാ വർഷം തോറും എക്സാംസ് നടത്താറുണ്ട്. ഇനി നമ്മൾ ഡിഗ്രി ലെവലിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു ഡിഗ്രി ലെവൽ എന്ന് പറയുന്നത് കമ്പനി ബോർഡും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നുള്ള തസ്തികയാണ്. അതിപ്പം 2027 ആ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എക്സാംസ് നടത്തണം അല്ലെ. പ്രിലിംസും മെയിൻസും ഒക്കെ നടത്തി അത്രയും സമയം അവർക്ക് ആ ഒരു പ്രോസസ്സ് നടത്താൻ ആവശ്യമായിട്ടുണ്ട്. സോ നമുക്ക് ഈ 2025 അവസാനം തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനും ഈ ഒരു കമ്പനി ബോർഡിന്റെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. സോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കടലോളം പഠിക്കാനുണ്ട് അല്ലെ. സോ അത് പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പ്രീ പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. സോ നമ്മളുടെ VFA, ബെബ്കോ, LD എല്ലാം ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എന്റെ സ്പെഷ്യൽ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മെയ് 28-നാണ് നമ്മളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഓൾറെഡി അഡ്മിഷൻ ഫുൾ ആണ്, ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബാച്ചിൽ ഒരു ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് ഉള്ളത്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. 28 to June 1 വരെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ജൂൺ 1 ശേഷം നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതല്ല. നമ്മൾ അപ്പോഴത്തേക്കും നമ്മളെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതൊരു വുമൻസ് ഓൺലി ബാച്ച് ആണ്. സ്ത്രീകൾക്കും മെയിൻലി നമ്മൾ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ കുട്ടികളുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലും അവർക്ക് വേണ്ടി മാക്സിമം ക്ലാസ് കൊടുത്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു ബാച്ച് ആണ് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഓവറായിട്ട് സ്ട്രെസ് തരാതെ ഒരു ലിമിറ്റഡ് രീതിയിൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സ്റ്റഡി പ്ലാനും അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ലേണിംഗും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, 1 ഇയർ കോഴ്സ് ആണ്. ഈ 1 ഇയറിനുള്ളിൽ എന്തൊക്കെ എക്സാംസ് വരുന്നുണ്ടോ, 10th ലെവൽ ഫൗണ്ടേഷൻ ബാച്ച് ആണ് ഇതെങ്കിലും നിങ്ങൾക്ക് 10th ലെവൽ ഫൗണ്ടേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 12th ഡിഗ്രി പ്രിലിംസും എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വീക്ക്ലി ടെസ്റ്റും ലൈവ് സെഷൻസും സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും എല്ലാം ഉണ്ടാകും. എല്ലാ ഫാക്കൽറ്റീസിന്റെ ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് ഇതിലൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോ ഇനി വൈകണ്ട, സമയം ഓൾറെഡി കഴിഞ്ഞു. നിങ്ങൾ ഇതിന്റെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ടു കാണും. ലാസ്റ്റ് ടൈം ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഇനി കുറച്ച് സീറ്റുകളെ ഉള്ളൂ, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ മോർണിംഗ് ലൈവ് ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്മൾ എക്സാമിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് ഒരു 50 to 60% സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ടാസ്കിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്പറും കാര്യങ്ങളും താഴെ ലിങ്കിൽ കൊടുത്തിരിക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടും എന്റെ സ്പെഷ്യൽ ബാച്ചസ് നെക്സ്റ്റ് മന്ത്, അതായത് ജൂൺ മാസത്തിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ അവിടെയും ഇതേപോലെ തന്നെയുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിലൂടെ ഉള്ള ക്ലാസ്സസ് ആയിരിക്കും. എക്സ്ട്രാ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ക്ലാസ് കൂടാതെ നിങ്ങൾക്ക് എന്റെ സ്പെഷ്യൽ
ക്യാപ്സ്യൂൾ നോട്ട്സും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. SCRT NCRT സെഷൻസ് ലഭിക്കുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് എല്ലാം നിങ്ങൾക്ക് ലൈവിലൂടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇതെല്ലാം നമ്മുടെ ബാച്ചിന്റെ എക്സ്ട്രാ അഡീഷണൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ വെബിനാർസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻ കേസ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്